മാർക്സിലേക്ക് മടങ്ങാനോ മാർക്സിൽ നിന്ന് മടങ്ങാനോ ഉള്ള ആഹ്വാനങ്ങളല്ല അതിലുള്ളത്. നേരെ മറിച്ച് മാർക്സിൻ്റെ ചിന്തയുമായിട്ടൊരു മുഖാമുഖം ഒരു സംഭാഷണത്തിൽ ഏർപ്പെടുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഫോർമാറ്റ്. അങ്ങനെയാണ് നമ്മൾ ഡിസിപ്ലിൻസ് എന്ന് പറയുന്ന ഈ അനുശീലന പദ്ധതികൾക്ക് കുറുകെ സഞ്ചരിച്ച ഒരാളാണ് മാർക്സ്. മാർക്സിനെ കൺസെപ്ച്വലി വേണമെങ്കിൽ കുറച്ചും കൂടി ഫിലോസോഫിക്കലി എൻഗേജ് ചെയ്യുന്ന വർക്കുകളാണ് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിച്ചത്. ഇപ്പോൾ ഈ പുതിയ തലമുറ ഈ പുസ്തകത്തെ, ഈ വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകൾ, ഗവേഷകരായിട്ടുള്ള ആളുകൾ പുസ്തകത്തെ പറ്റും, പക്ഷെ അതിനപ്പുറത്തുള്ളൊരു പബ്ലിക് ഇതിലേക്ക് പോയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഒരു ഇതരം എന്ന് പറയുന്ന ഒരു സംഗതി ഇവിടെ ഇല്ല. മാർക്സിസ്റ്റ് ഇതരമായി, ഇതിപ്പോൾ ഈ വായനകളൊക്കെ ഒരു മാർക്സിസ്റ്റ് ഇതരമായ, ഞാൻ പറയാം ഒരു നോൺ മാർക്സിസ്റ്റ് സ്പേസിലാണ് ഇതിൻ്റെ ചർച്ചകൾ നടക്കുന്നത്. മലബാർ ജേണൽ ഇത്തവണ കൈകാര്യം ചെയ്യുന്ന തീമാണ് ലെഫ്റ്റ് ഇൻ ദ ലെർച്ച് എന്ന് പറഞ്ഞത്. അതായത് ഇടതുപക്ഷം ഇന്ന് നേരിടുന്ന ഒരു പ്രതിസന്ധി, ഇന്ത്യയിൽ മാത്രമല്ല ലോകമാസകലമുള്ള ഇടതുപക്ഷം നേരിടുന്ന പ്രതിസന്ധിയെ അതിൻ്റെ വിവിധ വശങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു തീം എന്നുള്ള നിലയിലാണ് നമ്മൾ ഈ ലെഫ്റ്റ് ഇൻ ദ ലെർച്ച് എന്ന വിഷയം ഏറ്റെടുത്തിട്ടുള്ളത്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് പ്രൊഫസർ TV മധുവാണ്. TV മധു കോഴിക്കോട് സർവകലാശാലയിലെ ഫിലോസഫി ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രൊഫസറാണ്. അദ്ദേഹം വളരെ എക്സ്റ്റെൻസീവായിട്ട് ആധുനികമായിട്ടുള്ള ചിന്താ പദ്ധതികളെക്കുറിച്ച് എഴുതുകയും സംസാരിക്കുകയും എല്ലാം ചെയ്യുന്ന വ്യക്തിയാണ്. അതിനേക്കാൾ ഉപരി അദ്ദേഹം മലയാളത്തിൽ വന്നിട്ടുള്ള ഏറ്റവും പ്രമുഖമായിട്ടുള്ള മാർക്സിസത്തെക്കുറിച്ചിട്ടുള്ള ഒരു പുസ്തകത്തിൻ്റെ എഡിറ്റർ കൂടിയാണ്. മാർക്സ് വായനകൾ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ഈ മാർക്സ് വായനകൾ ഇപ്പോൾ ഇറങ്ങിയിട്ട്, ആദ്യത്തെ പതിപ്പ് ഇറങ്ങിയിട്ട് ഏതാണ്ട് 10 വർഷം കഴിയുന്നു. 2015 ആദ്യത്തെ പതിപ്പ് ഇറങ്ങുന്നത്. അതിൻ്റെ ഒരു പുതിയ പതിപ്പ് കൂടി ഇത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഡിസ്കഷൻ പ്രധാനമായിട്ടും ഈ മാർക്സ് വായനകൾ എന്ന് പറയുന്ന ഈ പുസ്തകവും അതുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു വിഷയത്തിലൂടെയാണ്. അതിലൂടെയാണ് നമ്മൾ കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തിലെയും മാർക്സിസത്തിൻ്റെ ഇന്നത്തെ പുതിയ ചിന്തകളെയും അല്ലെങ്കിൽ അതിൻ്റെ സമീപനങ്ങളെയും കുറിച്ചിട്ടെല്ലാം ഉള്ള ഒരു ഡിസ്കഷൻ നടത്തുന്നത്. അപ്പം മധുവിനെ ഹാർദമായി സ്വാഗതം. നമ്മളോടുകൂടി ഇത്രയും സമയം ചെലവഴിക്കാൻ സമ്മതിച്ചതിൽ സ്വാഗതം, സന്തോഷം. ആദ്യം നമ്മളിത് തുടങ്ങുന്നത്, എനിക്ക് ഈ പുസ്തകം കാണുമ്പോഴത്തേക്കുള്ള ഒരു പ്രധാന സാധനം എന്ന് പറഞ്ഞാൽ 2015 ഇതിൻ്റെ ആദ്യത്തെ എഡിഷൻ ഇറങ്ങുന്നത്. ഈ കാലത്ത് ഇത്രയും വലിയ ഏതാണ്ട് 1000-ഓളം പേജുകളുള്ള ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യുക എന്നുള്ളതും ആ ഒരു ചിന്ത തന്നെ ഒരു സാഹസമാണ്. കാരണം വായന ഏതാണ്ട് ഇല്ലാതായി എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ്. എന്നിട്ട് അത് കഴിഞ്ഞ് പണ്ടും 10 വർഷം കഴിയുമ്പം വീണ്ടും അടുത്ത ഒരു എഡിഷൻ കൂടെ ഇറക്കുന്നു എന്ന് പറയുന്നത് എങ്ങനെയാണ് അതിൻ്റെ ഒരു ആ സാഹസം എങ്ങനെയാണ് വന്നതെന്നുള്ളത്? തീർച്ചയായിട്ടും അതിലൊരു സാഹസമുണ്ട്. എനിക്ക് തോന്നുന്നത് 2015 പുറത്തു വന്നെങ്കിലും അത് കുറച്ചും കൂടി മുമ്പ് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ വർക്ക് സത്യത്തിൽ അതിന് മുമ്പേ തുടങ്ങിയിട്ടുണ്ട്. ആദ്യത്തെ ഒരു ആലോചന ഈ രവീന്ദ്രൻ എഡിറ്റ് ചെയ്തിട്ടുള്ളൊരു കലാവിമർശം മാർക്സിസ്റ്റ് മാനദണ്ഡം എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ, അത് വളരെ പണ്ട് 82-83 ഒരു പക്ഷേ ഒരു മാർക്സിസ്റ്റ് ചിന്തയുടെ ഒരു മേഖലയിൽ ഉണ്ടായിട്ടുള്ള പുതിയ പല പരിശ്രമങ്ങളെയും അതിൻ്റെ ഇതൊക്കെ പരിചയപ്പെടുത്തുകയും അതിനെപ്പറ്റി വിശകലനാത്മകമായി നോക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പുസ്തകമായിരുന്നു എന്നുള്ള പബ്ലിഷ് ചെയ്ത പുസ്തകം. അത് ഈ പറഞ്ഞ പോലെ സമാന്തര പ്രസിദ്ധീകരണ സംഘം എന്ന രീതിയിലാണ് ചെയ്തത്. അതിന് പക്ഷെ അതുണ്ടാക്കിയിട്ടുള്ളൊരു ഇമ്പാക്റ്റ് വളരെ വലുതാണ് കേരളത്തിലെ സത്യത്തിൽ. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള രീതിയിലാണ് ഇത് നമ്മൾ ആദ്യം ആലോചിച്ചത്. ഈ പുസ്തകത്തെ പറ്റിയിട്ട് ആലോചിക്കുന്ന കൂട്ടത്തിൽ ഒരു തുടർച്ചയോ അതിൻ്റെ ഒരു 2ാം ഭാഗം എന്നുള്ള രീതിയിലോ ഒക്കെ ആലോചിക്കായിരുന്നു ആദ്യം ഉണ്ടായത്. പിന്നീട് അത് മാറി 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 ഈ ഒരു രൂപത്തിലാവുക ചെയ്തത്. അപ്പോൾ അതുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല, മറ്റൊരു രീതിയിലാണിത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു 1-2 വർഷത്തെ തയ്യാറെടുപ്പ് സത്യത്തിൽ അതിൽ ഉണ്ട്. അപ്പോൾ പലരും ഇതിനു വേണ്ടി തന്നെ എഴുതിയിട്ടുള്ള ലേഖനങ്ങളും പഠനങ്ങളും പരിഭാഷകൾ പ്രത്യേകിച്ച്. അപ്പോൾ ആ രീതിയിൽ വളരെ നീണ്ട കാലത്തൊരു ശ്രമത്തിൻ്റെ ഭാഗമാണിത്. പിന്നെ ആ പുസ്തകത്തിൻ്റെ ഒരു ഒരു പ്രാധാന്യം ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഒരു അക്കാദമിക സ്വഭാവമുള്ളൊരു പുസ്തകമാണ്. അതിൻ്റെ ഒരു മാർക്സ് വായനകളാണ് അതിൻ്റെ. മാർക്സ് വായനകൾ എന്ന് പറയുമ്പോൾ തന്നെ അതിലെ ഉള്ളടക്കം മാർക്സിൻ്റെ കൃതികളെ പല രീതിയിൽ വായിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വായിച്ചിട്ടുള്ള പല വലിയ ചിന്തകരുടെയും അവരെ പരിചയപ്പെടുത്തൽ മാത്രമല്ല, അതിൽ നിന്നുള്ള
പലതരത്തിലുള്ള തുടർച്ചകൾ അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ഉള്ളടക്കം നമ്മൾ ആലോചിക്കുകയും ഏതാണ്ട് അതുപോലെയൊക്കെയാണ് വന്നിട്ടുള്ളത്. ഈ അക്കാദമികമായ സ്വഭാവം എന്ന് പറയുമ്പോൾ അത് മാർക്സിൻ്റെ ചിന്തകളെ എൻഗേജ് ചെയ്യുന്ന രീതിയിലാണ്. അപ്പം ഞാനതിൽ പറയുന്ന ആമുഖത്തിൽ പറയുന്ന ഒരു കാര്യം, മാർക്സിലേക്ക് മടങ്ങാനോ മാർക്സിൽ നിന്ന് മടങ്ങാനോ ഉള്ള ആഹ്വാനങ്ങളല്ല അതിലുള്ളത്. നേരെ മറിച്ച് മാർക്സിൻ്റെ ചിന്തയുമായിട്ടൊരു മുഖാമുഖം ഒരു സംഭാഷണത്തിൽ ഏർപ്പെടുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഫോർമാറ്റ്. അങ്ങനെയാണ് നമ്മളിത്. അപ്പോൾ മാർക്സിനെ ഒരു വളരെ സമകാലീനനായ ഒരു ചിന്തകനായിട്ട് കണ്ട് ആ ചിന്തയെ വളരെ സമകാലീനമായ ഒന്നായിട്ട് കണ്ട് അതിനോട് സംവദിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ മാർക്സിസ്റ്റ് തന്നെ ആയിക്കൊള്ളുന്നില്ല. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ഇതാണ്. അപ്പോൾ ഒരു മാർക്സിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ടുള്ള ചിന്തയാണെന്നോ അല്ലെങ്കിൽ മാർക്സിൻ്റെ വിരുദ്ധ പക്ഷത്തുള്ളതുണ്ട്. അപ്പോൾ അതിലിപ്പോൾ മാർക്സിനെ വളരെ ക്രിട്ടിക്കലായിട്ട് നോക്കിയിട്ടുള്ള കാൾ പോപ്പറിനെ പോലുള്ള ആളുകളോ ഒക്കെ അതിലുണ്ട്. ആ ഒരു സ്വഭാവത്തിലാണ് ഈ പുസ്തകം തയ്യാറാക്കിയിട്ടുള്ളത്. അതിൻ്റെ വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ഇത് ഈ ഒരു ഉള്ളടക്കം തിരഞ്ഞെടുക്കുന്നത് അതത്ര ഈസി അല്ല. കാരണം മാർക്സിനെ കുറിച്ചിട്ടുള്ള മാർക്സിൻ്റെ തന്നെ ചിന്തകളും പിന്നെ മാർക്സിനെ പിൻപറ്റി വന്ന പലതരം മാർക്സിസ്റ്റുകളുടെ അതൊരു സമുദ്രം പോലെ വലിയ. അവിടെ നിന്ന് എങ്ങനെയാണ് ഇത്രയും ഒരു ഉള്ളടക്കത്തിലേക്ക് വന്നത്? തീർച്ചയായിട്ടും അതിൽ ഒരു കാര്യം ചിലപ്പോൾ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു അനുഭവങ്ങൾ അതിൽ പ്രധാനമായിരിക്കും. ഞാൻ ഇപ്പോൾ ഹൈദരാബാദിൽ എൻ്റെ ഗവേഷണം എന്ന് പറയുന്നത് മാർക്സുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. മാർക്സിൻ്റെ ചില കൃതികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ. പിന്നെ അതിൻ്റെ തുടർച്ച അല്ലെങ്കിൽ ആ പ്രബന്ധത്തിൻ്റെ തന്നെ ഒരു ഭാഗമാണ് മാർക്സിൻ്റെ പുറത്ത് കിടന്ന് ഉള്ള ഒരു പോസ്റ്റ് മാർക്സിസ്റ്റ് എന്നൊക്കെ ഇന്ന് വിളിക്കുന്ന നവ മാർക്സിസ്റ്റ് എന്നോ പോസ്റ്റ് മാർക്സിസ്റ്റ് വിളിക്കുന്ന ഒരു നടത്തുന്ന ആ ഒരു മേഖലയിൽ നടന്നിട്ടുള്ള പലതരത്തിലുള്ള സഞ്ചാരങ്ങൾ, പലതരത്തിലുള്ള അന്വേഷണങ്ങളും ഒക്കെ ആ രീതിയിൽ എനിക്ക് പരിചയമുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നാണ് ഞാനിത് ഒരു സെലക്ഷൻ നടത്തിയത്, ഏതൊക്കെയാണ് ഇതിൽ പറ്റുന്ന രീതിയിലുള്ള. പക്ഷെ എന്നാലും ആ സെലക്ഷൻ പൂർണ്ണമൊന്നുമല്ല. പല രീതിയിൽ നിന്ന് പലതും വിട്ടുപോയിട്ടുണ്ട്. നമ്മൾ ആലോചിച്ച് തന്നെ പലതും വിട്ടുപോയിട്ടുണ്ട്. അതിന് മാത്രം നമുക്ക് പിന്നെ റിസോഴ്സസ് ഇല്ലാത്തതിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ അതിൽ തീർച്ചയായിട്ടും ഒരു ചില മെയിൻ കറൻസ്. അതെ 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 പ്രധാനപ്പെട്ട ഇതൊക്കെ നമ്മൾ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് അതിൽ. ഞാൻ ചോദിക്കണം, ആ ഉൾപ്പെടുത്തലിൻ്റെ ഒരു മാനദണ്ഡം എന്തായിരുന്നു? അങ്ങനെ ഒരു ക്രൈറ്റീരിയൻ, അതിപ്പം ഈ പറഞ്ഞ മധുവിൻ്റെ ഒരു പേഴ്സണൽ ക്രൈറ്റീരിയൻ ഉണ്ടായിരുന്നു, അങ്ങനെ അതിനപ്പുറം എന്തായിരുന്നു എന്നുള്ളത്? ക്രൈറ്റീരിയൻ പ്രധാനമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഒരു നേരത്തെ പറഞ്ഞ പോലെ മാർക്സിനെ കൺസെപ്ച്വലി വേണമെങ്കിൽ കുറച്ചും കൂടി ഫിലോസോഫിക്കലി എൻഗേജ് ചെയ്യുന്ന വർക്കുകളാണ് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിച്ചിട്ടുള്ളത്. അപ്പം അതല്ലാത്ത വർക്കുകൾ ഒരുപാടുണ്ട്. ഇപ്പോൾ എക്കണോമിക്സിൻ്റെ മേഖലയിൽ ഒരുപാട്, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ തിയറിയുടെ പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ടും അതിൻ്റെ പ്രയോഗത്തിൻ്റെ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും അങ്ങനെ ഒരുപാട് ഈ പറഞ്ഞ പോലെ ഒരു കടൽ പോലെ കിടക്കുന്നൊരു സംഗതിയാണ്. പക്ഷെ ഞാനൊരു ഫിലോസോഫിക്കലായിട്ടുള്ള ഒരു വേണമെങ്കിൽ അതൊരു മാനദണ്ഡമായിരുന്നു എന്ന് പറയാം. കൺസെപ്ച്വലി എൻഗേജ് ചെയ്യുക എന്നുള്ളത് മാർക്സ് ഉപയോഗിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കൺസെപ്ച്വൽ ടൂൾസിനെ, ആ സങ്കല്പന ഉപാധികളെ, ആ സങ്കല്പന സാമഗ്രികളുമായിട്ട് എൻഗേജ് ചെയ്യുന്ന രീതിയിലുള്ള വർക്കുകളാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ വായന എന്ന് പറയുന്ന ആ ഒരു മേഖലയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പല ഇതും നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ എക്കണോമിക്സിൽ തീർച്ചയായിട്ടും ഉണ്ട്. രാംകുമാറിൻ്റെ പിന്നെ രാംകുമാറിൻ്റെ ഉണ്ട്. അപ്പോൾ അതുണ്ട്. പക്ഷേ എങ്കിലും കുറച്ചുകൂടി അതിനെ ഒരു കൺസെപ്ച്വൽ ലെവലിലുള്ള എൻഗേജ്മെൻറ്റ്സാണ് കൂടുതൽ നമ്മളതിൽ എടുത്തിട്ടുള്ളതെന്ന് പറയാം. അതിലൊരു ഫിലോസഫിയുടെ ഒരു എൻ്റെ മേഖല എന്നുള്ള നിലയ്ക്ക് ഞാൻ അത് ചിലപ്പോൾ അതിന് സ്വാധീനിച്ചിട്ടുണ്ടാവും. ഫിലോസഫറിൻ്റെ ബയാസ് അതാണ് ഞാൻ കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളതും. അതായതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും ആ ഒരു ബയാസ് അതിലുണ്ടാവുമായിരിക്കും ചിലപ്പോൾ. ഇതിൽ വരുമ്പോൾ ഇതിപ്പം 10 വർഷവും കഴിഞ്ഞ് പുതിയായിട്ട് എങ്ങനെയാണ് ഈ ബുക്ക് റിസീവ് ചെയ്തിട്ടുള്ളത്? കേരളത്തിൻ്റെ ഒരു ജ്ഞാനമണ്ഡലത്തിൽ അതെങ്ങനെ? അതെ, അത് ചിലപ്പോൾ ഈ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ളൊരു കാര്യമായിരിക്കും. കേരളത്തിൽ പൊതുവെ എനിക്ക് തോന്നുന്നത് ഈ പുസ്തകത്തിൻ്റെ റിസപ്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അതൊരു അക്കാഡമിക് സ്വഭാവമുള്ള പുസ്തകമായതുകൊണ്ട് തന്നെ അത് അക്കാദമികമായ ഒരു മേഖലകളിലാണ് കുറച്ചെങ്കിലും സ്വീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ ഗവേഷണം ചെയ്യുന്ന വിദ്യാർത്ഥികൾ പല മേഖലകളിലും, ഇപ്പോൾ സാമൂഹ്യശാസ്ത്രം മേഖലയിലും ഹ്യൂമാനിറ്റീസിലും ഒക്കെ ഗവേഷണം ചെയ്യുന്ന വിദ്യാർത്ഥികൾ, അത് കേരളത്തിൽ മാത്രമല്ല പുറത്തുള്ള വിദ്യാർത്ഥികളൊക്കെ ഈ പുസ്തകം വാങ്ങിയിട്ടുണ്ട്.
അവരത് പല രീതിയിൽ ഡിസ്കസ് ചെയ്തിട്ടുമുണ്ട്, പല ചർച്ചകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിൽ തന്നെ ഒരുപാട് ചർച്ചകൾ ഈ പുസ്തകത്തെ പറ്റി ഉണ്ടായി. എത്രത്തോളം വായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പില്ലെങ്കിൽ ഒരുപാട് കേരളത്തിൽ ഇപ്പോൾ കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെ പല സ്ഥലങ്ങളിൽ ഇതിനെ പറ്റിയുള്ള ചർച്ചകൾ ഞാൻ തന്നെ നേരിട്ട് പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ ഈ പുതിയ തലമുറ ഈ പുസ്തകത്തെ, ഈ വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകൾ, ഗവേഷകരായിട്ടുള്ള ആളുകൾ പുസ്തകത്തെ വായിച്ചു. പക്ഷെ അതിനപ്പുറത്തുള്ള ഒരു പബ്ലിക് അതിലേക്ക് പോയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അതായത് നമ്മൾ പറയുന്ന കേരളത്തിലെ ഒരു ലെഫ്റ്റ് പൊതുമണ്ഡലം എന്ന് പറയുന്നത് അത് കോട്ടാണ്. തീർച്ചയായിട്ടും അതിന് ഒരു പ്രശ്നം എനിക്ക് തോന്നിയിട്ടുള്ളത്, കേരളത്തിൽ ഒരു കാര്യം ഒന്നുകിൽ മാർക്സിസ്റ്റ് അല്ലെങ്കിൽ മാർക്സിസ്റ്റ് വിരുദ്ധം, ഇതാണ് അതിൻ്റെ ഒരു കേരളത്തിൻ്റെ ഒരു പൊതുവായിട്ടുള്ള ബൈനറി വളരെ ഇതാണ്. ഒരു ഇതരം എന്ന് പറയുന്ന ഒരു സംഗതി ഇവിടെ ഇല്ല. മാർക്സിസ്റ്റ് ഇതരമായി, ഇതിപ്പോൾ ഈ വായനകളൊക്കെ ഒരു മാർക്സിസ്റ്റ് ഇതരമായ, ഞാൻ പറയാം ഒരു നോൺ മാർക്സിസ്റ്റ് സ്പേസിലാണ് ഇതിന്റെ ചർച്ചകൾ നടക്കുന്നത്, അല്ലെങ്കിൽ ഇതിനെ സ്വീകരിക്കപ്പെടുന്നത്. അതെ, അല്ലെങ്കിൽ അതാണ് അഡ്രസ്സ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അവിടെ കൃത്യമായിട്ട് ഇപ്പോൾ മാർക്സിസ്റ്റുകളോ മാർക്സിസ്റ്റ് വിരുദ്ധരോ എന്ന രീതിയിൽ ചേരിതിരിഞ്ഞുള്ള ഒരു ആ രീതിയല്ല ആ പുസ്തകത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പുസ്തകം മാർക്സിസ്റ്റ്, കുറേ പേര് ഇത് മാർക്സിസ്റ്റ് രീതിയിൽ അതിനെ അവഗണിച്ചിട്ടുണ്ട്, ചിലരത് മാർക്സിസ്റ്റ് വിരുദ്ധം എന്നുള്ള രീതിയിൽ അവഗണിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ട് തരത്തിലുള്ള അവഗണന ചിലപ്പോൾ. അതുകൊണ്ട് അങ്ങനെ ഒരു പബ്ലിക് റീഡിങ്ങിന്റെ മേഖലയിൽ, പിന്നെ മാത്രമല്ല അതിന്റെ ഭാഷ കുറച്ച് ക്ലിഷ്ടമാണ്. ഈ പറഞ്ഞ ഒരു അക്കാദമിക സ്വഭാവമുള്ള ഭാഷയാണ് മാർക്സിസത്തിൽ. ചിലപ്പം അങ്ങനെയുള്ള ഭാഷ ചിലപ്പോൾ, പിന്നെ മാർക്സിസത്തിന്റെ തന്നെ സ്ഥിരം ഉപയോഗിക്കുന്ന ടെർമിനോളജിയിൽ നിന്ന് കുറച്ചൊക്കെ വ്യത്യസ്തമായിട്ട് ഉള്ള കാര്യങ്ങളാണ് ഇതിലുള്ളത്. എന്നുകൊണ്ട് അത്ര ഒരു വലിയ വായന, പക്ഷെ ഇപ്പൊ അതിന് വലിയൊരു താല്പര്യം വരുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ് സത്യത്തിൽ എൻ്റെ രണ്ടാമത്തെ ഈ പതിപ്പ് ഈ ഇൻസൈറ്റ് പബ്ലിക് അത് അവരുടെ ഉത്സാഹത്തിലാണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പൊ അത് ഞാൻ മനസ്സിലാക്കിയത് ഇപ്പം എറണാകുളത്ത്, ഞാൻ ഇന്നലെ ഇവിടെ ഒരു കോപ്പിക്ക് വേണ്ടിയിട്ട് എറണാകുളത്ത് അന്വേഷിച്ചപ്പം ഇവിടെ കൊണ്ടുവച്ച കോപ്പികളൊക്കെ പോയി എന്നാ പറഞ്ഞത്. അപ്പൊ എനിക്കത് തോന്നി ഇപ്പോഴാണ് ചിലപ്പോൾ കുറച്ചുകൂടി അത് വായിക്കുന്നത്. 10 വർഷം കഴിഞ്ഞതിന് ശേഷമാണ്. അതെ. പിന്നെ നമ്മളിത് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഉള്ളടക്കത്തിൻ്റെ സെലക്ഷനെ കുറിച്ചിട്ട് മധു സൂചിപ്പിച്ചു. പക്ഷെ അതിൽ ഞാൻ ഒരു സൂചിപ്പിക്കണമെന്ന് പറഞ്ഞാൽ ഇതിൽ ഒരു സാധനം നമ്മുടെ എന്താണ് ഒരു കോണ്ടിനെൻ്റൽ ഫിലോസഫി എന്നെല്ലാം പറയുന്ന ഒരു നിലയിലാണ്. അതിപ്പോൾ നേരത്തെ മധു പറഞ്ഞ മറ്റേ കലാവിമർശനം മാർക്സിസ്റ്റ് മാനദണ്ഡത്തിന് ഏതാണ്ട് അതേ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. അത് മെയിൻലി ഫ്രാങ്ക്ഫർട്ട് സ്കൂളിൻ്റെ ഒരു മണ്ഡലത്തിൽ നിന്നാണ് അത് തുടങ്ങുന്നത്. ഇവിടെ ഇത് വരുമ്പോഴത്തേക്ക് നേരെ സിസക്ക് അങ്ങനെ ഒരു ലെവലിലേക്കാണ് അത് വരണത്. അത് വേണേ ഒരു ബയാസ് ആയിരിക്കും, ഈ പറഞ്ഞ പോലെ ഒരു കോണ്ടിനെന്റൽ ഫിലോസഫിയുടെ ബയാസ്. അത് എങ്ങനെയാണ് അത് വരണത്? അത് എനിക്ക് തോന്നുന്നത് ഇപ്പൊ മാർക്സിസത്തിനെ ആഗോളമായിട്ട് തന്നെ ആ രീതിയിലുള്ള മാർക്സിലുള്ള വായനകൾ നടന്നിട്ടുള്ളത് ഈ സോക്കോൾഡ് കോണ്ടിനെന്റൽ വേൾഡിലാണെന്ന്. അനലിറ്റിക്കൽ മാർക്സിസം എന്നൊക്കെ പറഞ്ഞത് അതിന് പുറത്തുണ്ട് ഇംഗ്ലീഷ്. അതിലിപ്പോ ചില രീതിയിൽ ഇപ്പം വേണമെങ്കിൽ പോപ്പറായിരിക്കും അതിൽ ആ രീതിയിലുള്ള ഒരു ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരാള്. ബാക്കി മുഴുവൻ ഈ പറഞ്ഞ പോലെ ഫ്രഞ്ച്, ജർമ്മൻ, ആ ഒരു കോണ്ടിനെന്റൽ, ഇറ്റാലിയൻ ആ രീതിയിലുള്ള വാക്കുകളാണ് മാർക്സിൽ സത്യത്തിൽ കൂടുതലും ആഗോളമായിട്ട് തന്നെ വന്നിട്ടുള്ളത്. അതായിരിക്കും. പക്ഷേ ഇപ്പോഴും സജീവമായിട്ടുള്ള മാർക്സ് വായനകൾ നടക്കുന്ന ഒരു മേഖല എന്ന് പറയുന്നത് ഈ പറയുന്ന കോണ്ടിനെന്റൽ ലോകം തന്നെയാണ് വാസ്തവത്തിൽ. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് വന്നതായിരിക്കാം ഒരു പക്ഷേ. പിന്നെ മറ്റൊന്ന് എനിക്ക് തോന്നുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള വാക്കുണ്ടല്ലോ, ഇപ്പോൾ മാർക്സിനെ ഒരു ഓഥറായിട്ട്, സാധാരണ നിലയിലുള്ള ഒരു ഓഥറായിട്ട് കാണാതെ, മാർക്സ് എന്നുള്ളത് അങ്ങനെ ഒരു ഓഥറുടെ പേരായിട്ടല്ലാതെ ഒരു ഒരു ചിന്തയുടെ ഒരു ഭൂപ്രദേശത്തിൻ്റെ പേരായിട്ട് മാർക്സിനെ കാണുക എന്നുള്ള ഒരു രീതി, അത് ഈ കോണ്ടിനെന്റൽ വേൾഡിൽ അവർ എടുക്കുന്നുണ്ട്. ഇപ്പം ദരിദ്രയൊക്കെ പറയുന്ന പോലെ മാർക്സ് നമ്മളുടെ അസ്ഥികളിലുണ്ട് എന്നാണ്. അപ്പം അത് നിങ്ങൾക്ക് അത് മാർക്സിസ്റ്റ് വിരുദ്ധനാണോ അല്ലെങ്കിൽ മാർക്സിന്റെ എതിരാണോ അനുകൂലമാണോ, ഓൾറെഡി നമ്മളുടെ ഉള്ളിലുള്ള ഒന്നാണ് മാർക്സ് എന്ന രീതിയിൽ മാർക്സിനെ എൻഗേജ് ചെയ്യുന്ന ഒരു രീതി, അത് ഈ പറഞ്ഞ ഈ കോണ്ടിനെന്റൽ എന്ന് നമ്മൾ വിളിക്കുന്ന ആ മേഖലയിലും ഉള്ള, അപ്പം അതാണ് കൂടുതൽ ഈ വർക്കിലുള്ളതെന്ന് ഇരിക്കും. അപ്പം അതിലിപ്പോൾ ഈ ഫൂക്കോൻ്റെ ഒരു കാര്യം ഞാൻ അതിൽ പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു ഓഥറല്ല, വാട്ട് ഈസ് എൻ ഓഥർ എന്ന് പറയുന്നൊരു കാര്യം, ഒരു ചിന്തയുടെ ഒരു ഒരു ഭൂപ്രദേശമാണ് മാർക്സ് എന്ന് പറയുന്നത്. അതിൻ്റെ പേരാണ് സത്യത്തിൽ മാർക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഒരുപാട് വഴികളുണ്ട്. ആ വഴികളിൽ നടക്കുന്നവരൊന്നും മാർക്സിസ്റ്റുകളായിക്കൊള്ളുന്നില്ല. അവർ മാർക്സിനെ സ്വീകരിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ അസ്ഥികളിൽ മാർക്സ് ഉണ്ട്. ഈ നടക്കുന്നവരൊന്നും ഈ സഞ്ചരിക്കുന്ന അതിലൊക്കെ സ്വതന്ത്ര സഞ്ചാരങ്ങളായാലും മുഴുവനുള്ളത്. അതായത് മാർക്സിനോടുള്ളൊരു ബയാസോ അല്ലെങ്കിൽ മാർക്സിനോടുള്ളൊരു കമ്മിറ്റ്മെൻറ്റോ പോലും ഇല്ല. തിരിച്ചു ഈ പിന്മടങ്ങുക, മാർക്സിലേക്ക് തിരിച്ച് പോവുക,
ഒറിജിനൽ മാർക്സിനെ കണ്ടെടുക്കുക, അങ്ങനെയുള്ള ഷാഠ്യങ്ങളൊന്നുമില്ലാതെ മാർക്സിൻ്റെ ഈ പറഞ്ഞ സങ്കല്പന സാമഗ്രികളുമായിട്ട് സ്വതന്ത്രമായി എൻഗേജ് ചെയ്യുന്ന ഒരു ചിന്തയുടെ ഒരു പരിസരം എന്ന് പറയുന്നത് ചിലപ്പോൾ കോണ്ടിനെൻ്റൽ ഇതിലായിരിക്കും. അപ്പോൾ അതാണ് കൂടുതൽ ഈ പുസ്തകത്തിൽ ശ്രദ്ധിച്ചിട്ടുള്ളത് തോന്നുന്നു. പക്ഷെ ഞാൻ പറയണത് അങ്ങനെ ഒരു ചിന്താ പരിസരം ഈ പറയുന്ന പോലെ കേരളത്തിൽ നമ്മൾ പരിചയിച്ച ഒരു മാർക്സിസ്റ്റ് ചിന്ത, അല്ലെങ്കിൽ കേരളത്തിൽ നമ്മൾ പരിചയിച്ച നമ്മൾ മാർക്സിസം എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയ ഒരു സാധനത്തിന് ഈ ഒരു എൻഗേജ്മെൻറ്റുമായിട്ട് വലിയ സാമ്യതകളില്ല എന്ന് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഇത്തരം ഒരു എൻഗേജ്മെൻറ്റിന് വേറൊരു ആയിട്ടല്ല അതിൻ്റെ പോക്ക്, അത് വേറൊരു നിലയിലാണ്. അതിനെ എങ്ങനെയായിരിക്കും നമുക്ക് കാണാൻ പറ്റും? കേരളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് കേരളത്തിൻ്റെ ഇപ്പോൾ ഈ ഇടത് അല്ലെങ്കിൽ മാർക്സിസ്റ്റ് രീതിയിലുള്ള രാഷ്ട്രീയ പ്രയോഗങ്ങൾ, അതിപ്പം ഞാൻ പറയുന്നത് ഇപ്പം CPM-ഓ ML-ഓ അങ്ങനെയൊന്നല്ല ഞാൻ പറയുന്നത്, മൊത്തം എടുത്താൽ അതൊരു പ്രത്യേക തരത്തിലുള്ള മാർക്സ് വായനകളുടെ ഒരു പശ്ചാത്തലത്തിലാണ് ഇവിടുത്തെ ഇടത് രാഷ്ട്രീയ പ്രയോഗങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതൊരു പക്ഷേ സോവിയറ്റ് വായനയാണ്. അതെ അതെ അതെ, ഒരു സോവിയറ്റ് റീഡിങ് ഓഫ് മാർക്സ് ആണ്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇവിടുത്തെ പ്രയോഗ രൂപങ്ങളും ഒക്കെ ഉണ്ടായി വന്നിട്ടുള്ളത്. അപ്പം ആ വായനയാണ് ഇവിടെ. അതിൽ എന്തൊക്കെ പറഞ്ഞാലും ഒരു ഓർത്തഡോക്സി ഉണ്ട്. അതിൽ ഈ പറഞ്ഞ പോലെ കമ്മിറ്റ്മെൻറ്റ് ഭയങ്കര പ്രധാനമാണ്. മാർക്സിലേക്ക് തിരിച്ചു പോവുക, മാർക്സിനെ ഉപയോഗിക്കുക, മാർക്സ് വിരുദ്ധമായതിനെ മാറ്റി നിർത്തുക. അപ്പോൾ അതൊരു രാഷ്ട്രീയ പ്രയോഗത്തിൻ്റെ ഒരു അപ്പുറവും ഇപ്പുറവും എന്നുള്ള ഒരു ഇതുണ്ടല്ലോ, ചേരി തിരിവ് അതിലുണ്ട്, ശത്രുവും മിത്രവും എന്നുള്ളൊരു ഇതുണ്ട്. അപ്പോൾ അത് വളരെ ഒരു പക്ഷേ ആ ഒരു ഓർത്തഡോക്സി മാർക്സിൻ്റെ വായനകളിൽ കേരളത്തിൽ പ്രധാനമായിട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രീതിയിലുള്ള ഒരു മാർക്സിനോടുള്ള എൻഗേജ്മെൻറ്റ്സ് കേരളത്തിൽ അത്ര പരിചിതം ആയിട്ടില്ല. അതിപ്പം ഈ പറഞ്ഞ ഉണ്ട് പല രീതിയിലും. അപ്പോൾ ഈ ക്രിട്ടിക്കൽ തിയറിസ്റ്റുകളെ ഒക്കെ വളരെ സമർത്ഥമായിട്ട് ഉപയോഗിക്കുകയും ഇവിടുത്തെ ഒരു സാംസ്കാരിക വിശകലനത്തിൽ ഉപയോഗിക്കുകയൊക്കെ ചെയ്ത TK പോലെയുള്ള ആളുകളും ഒക്കെയാണ് ഈ പുസ്തകത്തിൻ്റെ പിന്നിലുണ്ടായിരുന്നത്. ആദ്യത്തെ പുസ്തകത്തിൻ്റെ പിന്നിലുണ്ടായിരുന്നത്. അത് അങ്ങനത്തെ ഒരു കൾച്ചർ ഉണ്ടായിട്ടുണ്ട് ഇവിടെ. പക്ഷേ അത് പൊതുവായനയുടെ ഒരു മേഖലയിലേക്ക് വരുവാണെങ്കിൽ മാർക്സിസത്തിൻ്റെ മാർക്സ് വായനകളിൽ ഒരു സോവിയറ്റ് ഓർത്തഡോക്സി നിലനിൽക്കുന്നുണ്ട്. അത് ഇപ്പോഴും ഉണ്ടെന്ന് ഞാൻ പറയാം. അതെ, ഇപ്പോഴും വളരെ ശക്തമാണ്. എനിക്ക് തോന്നുന്നത് ഈ പ്രയോഗത്തിന്റെ തലത്തിൽ നല്ലാതെ വേറൊരു മാർക്സ് സാധ്യമാവില്ല എന്നുള്ള ഒരു സംഗതിയുണ്ട്. മാത്രമല്ല ആ ടെർമിനോളജി മാത്രം ഉപയോഗിച്ച് സംസാരിക്കുന്ന ആൾക്കാരാണ് ഇപ്പോഴും ഉള്ളത്. പറഞ്ഞ വേറൊരു ടെർമിനോളജി, വേറെ പദങ്ങൾ ഉപയോഗിക്കുക, ഇതൊക്കെ മാർക്സിസ്റ്റ് വിരുദ്ധമായ സാധനങ്ങളായിട്ടാണ് ഇവിടെ ചിത്രീകരിക്കപ്പെടുന്നത്. ഒരുതരം വല്ലാത്തൊരു തരം ഇൻസ്ട്രുമെന്റലിസം ആ ഒരു സാധനത്തിനകത്ത് ഇതൊരു ഉപകരണം മാത്രമാണ്. അതെ അതെ അതെ, അതില് അല്ലെങ്കിൽ നേരത്തെ മധു സൂചിപ്പിച്ചതുപോലുള്ള ഒരു എൻഗേജ്മെന്റ് എന്ന് പറയുന്നത് ബൗദ്ധികമായിട്ടുള്ള എൻഗേജ്മെന്റ് എന്നുള്ളതിനുപരിയായിട്ട് ഇതൊരു ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്ന. തീർച്ചയായിട്ടും മാത്രമല്ല അത് ഒരു സയൻസാണ്, ഒരു ശാസ്ത്രമാണ്. അത് മാറ്റാൻ കഴിയുന്നൊരു സാധനമല്ല, അത് എല്ലാ കാലത്തും സത്യമായിട്ടൊരു സംഗതിയാണ്. ഇങ്ങനെ ഒരു സയൻസ് ആണെന്നുള്ളൊരു ചിന്തയുണ്ടല്ലോ. അത് പ്രത്യേകിച്ചും അത് മാർക്സിസത്തിൻ്റെ സോവിയറ്റ് ഇതര ചരിത്രം നോക്കിയാലും അതുണ്ട്. പക്ഷെ മാർക്സിൽ അങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. പക്ഷെ അതിൻ്റെ പല വായനകളിലും ഉള്ളത് അതിനെ ഒരു ശാസ്ത്ര പദ്ധതിയായിട്ടോ, അതുകൊണ്ട് സത്യം വെളിപ്പെട്ട് കഴിഞ്ഞു ഓൾറെഡി. അപ്പോൾ അത് നിങ്ങൾ ഇനി ഉപയോഗിച്ചാൽ മതി. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സത്യാന്വേഷണം നടത്തേണ്ട കാര്യമൊന്നുമില്ല. ഓൾറെഡി വെളിപ്പെട്ടൊരു സത്യം, മാർക്സിലൂടെ വെളിപ്പെട്ടൊരു സത്യം, നിങ്ങൾ ഇനി അത് ഉപയോഗിക്കുക പറ്റുന്നുണ്ട്. അപ്പോൾ അത് ഇൻസ്ട്രുമെൻ്റലായിട്ട് മാത്രം ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ് മാർക്സ് വായന എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ അതാണ് അത് ചിലപ്പോൾ ഇന്നോവേറ്റബിളും ആയിരിക്കും. ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം, ഒരു പ്രയോഗ പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചില വെളിപ്പെട്ട സത്യങ്ങളുടെ മുകളിലാണല്ലോ അത് നിൽക്കുന്നത് തന്നെ, ചില ശത്രുവിനെ. അപ്പോൾ ആ ഒരു ഓർത്തഡോക്സ് ഇതിൻ്റെ ഒരു മാർക്സിൻ്റെ വായനകളുടെ കാര്യത്തിലും കേരളത്തിലും ഒക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, അവിടെ വരുമ്പോഴിപ്പോൾ ഈവൻ മധുവിൻ്റെ ആമുഖത്തിൽ തന്നെ മധു പറയണ വേറൊരു സാധനം കൂടെ ഉണ്ട്. ഈ മാർക്സിൻ്റെ ഈ ചിന്താ പദ്ധതിയായിട്ട് നമ്മൾ എൻഗേജ് ചെയ്യുമ്പം തന്നെ അതിൽ ഈ പ്രാക്സിസ് എന്ന് പറയുന്ന പ്രയോഗം എന്ന് പറയുന്നത് അതിലൊരു ഇന്നവിറ്റബിൾ ആയിട്ടുള്ളൊരു ഘടകമായിട്ട് അത് തന്നെ പറയുന്നുണ്ട്. ലോകത്തെ മാറ്റുക എന്ന് പറയുന്ന ഒരു ഇത് ചെയ്യുന്നവർ. അപ്പം അതിനെ എങ്ങനെയാണ് ഇതൊരു തരം ഡൈക്കോട്ടമി പോലെ ഫീൽ ചെയ്യുന്നൊരു സാധനമല്ലേ? ശരിയാണത്. ആ ഒരു പ്രാക്സിസ് ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. മാർക്സിനെ സംബന്ധിച്ചൊന്നും സിദ്ധാന്തവും പ്രയോഗവും തമ്മിൽ അങ്ങനെ വേർതിരിഞ്ഞ് നിൽക്കുന്നൊരു സംഗതിയുമല്ല. പക്ഷേ അത് മാർക്സിസത്തിലൊരു പ്രയോഗത്തിലേക്ക്, അല്ലെങ്കിൽ പ്രയോഗം മതി സിദ്ധാന്തം വേണ്ട എന്നുള്ള രീതിയിലേക്ക്
ഉള്ള ഒരു ശുഷ്കമായിട്ടൊരു പ്രയോഗമാത്രവാദമായിട്ട് മാറിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം നിങ്ങൾ തിയററ്റിക്കലി എൻഗേജ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. തിയറിയൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ട് അതെല്ലാം റിവീൽ ചെയ്യപ്പെട്ട സത്യം റിവീൽ ചെയ്യപ്പെട്ട ഒരു മേഖലയാണ്. നമ്മളത് ഇനി അത് പ്രയോഗിക്കുന്ന പ്രവർത്തിച്ച് കാണിച്ചാൽ അതെ. അപ്പോൾ അതിൻ്റെ ഒരു പ്രയോഗം മാത്രം മതി, അല്ലെങ്കിൽ പ്രയോഗമാണ് പ്രധാനം എന്ന രീതിയിലുള്ള ഒരു അതിലേക്ക് നമ്മളുടെ ഈ സോക്കോൾഡ് ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു മാർക്സിസ്റ്റ് പ്രയോഗങ്ങളുടെ അതിൽ ആ ചിന്തയിലൊക്കെ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ മാർക്സ് അങ്ങനെ ഒരിക്കലും അങ്ങനെയല്ല അതിനെ പ്രയോഗത്തെ കണ്ടിരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ പറഞ്ഞ മനസ്സിലാക്കലെല്ലാം മാറ്റിത്തീർക്കലാണ്. ഇതാണല്ലോ മാർക്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി. അല്ലെങ്കിൽ നിങ്ങൾ ചിന്ത ഒരു പ്രയോഗമായി മാറുക എന്ന് പറയുന്നത് ചിന്ത നിങ്ങൾ മനസ്സിലാക്കലിൻ്റെ ഒരു ഇതല്ല, അതിനെ കുറിച്ച് മാറ്റിത്തീർക്കലാണ്. അതൊരു അക്കാഡമിക്സിനെ സംബന്ധിക്കുന്ന അതിൽ തന്നെ ഒരു പുതിയൊരു ഒരു തെളിച്ചമാണ് മാർക്സ് കൊണ്ടുവന്നിട്ടുള്ളത്. അക്കാഡമിക്സിനെ പൊതുവെ കാണുന്ന എന്താ, കാര്യങ്ങൾ മനസ്സിലാക്കുന്ന മേഖലയാണ്. കാര്യങ്ങൾ മനസ്സിലാക്കലല്ല, നിങ്ങൾ തന്നെ മാറ്റി തീർക്കാൻ വേണ്ടി മനസ്സിലാക്കലാണ്. അപ്പോൾ മാറ്റി തീർക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശരീരം കൊണ്ടങ്ങ് കൈ കൊണ്ടും കാലുകൊണ്ടും ചെയ്യുന്ന ഒരു കാര്യമാണ്. ചിന്ത അതിൽ ആവശ്യമില്ല എന്നല്ലല്ലോ അതിൻ്റെ അർത്ഥം. ചിന്തയെ തന്നെ ഒരു ക്രിട്ടിക്കലായിട്ടുള്ള ഒരു 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 പ്രാക്ടീസ് ആക്കി മാറ്റുക എന്നുള്ളതായിരുന്നു മാർക്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആ ഒരു ഇതിൽ നിന്ന് ഇവിടെ വന്നപ്പോൾ, ഇവിടെ എന്നല്ല ഞാൻ പറയുന്നത്, ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു പ്രശ്നമായിട്ടല്ല ഞാൻ പറയുന്നത്, പൊതുവെയുള്ള തീർച്ചയായിട്ടും പ്രയോഗമാണ് പ്രധാനം. സിദ്ധാന്തം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഓൾറെഡി വെളിപ്പെട്ട് കഴിഞ്ഞ സത്യം വെളിപ്പെട്ട് കഴിഞ്ഞ ഒരു സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇൻസ്ട്രുമെൻ്റലായിട്ട് മാത്രം അതിനെ സമീപിച്ചാൽ മതി എന്നുള്ളൊരു ഒരു ഒരു ചിന്ത, അതിൻ്റെ ഒരു പ്രതിഫലനം കേരളത്തിലും ഒക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ തിയറി ആയിട്ടുള്ള വലിയ എൻഗേജ്മെൻറ്റ്സ് ഉണ്ടായിട്ടില്ല സത്യത്തിൽ. ഇപ്പോൾ വലിയ മാർക്സിസ്റ്റ് ബുദ്ധിജീവികൾ എന്ന് പറയുന്ന ആളുകൾ പോലും, പണ്ഡിതരായിട്ടുള്ള ആൾക്കാർ, ഇവരൊക്കെ വളരെ പണ്ഡിതരായിരുന്നു. ഇപ്പം എല്ലാ മേഖലയും, ഇപ്പം EMS ആണെങ്കിലും അല്ലെങ്കിൽ മറ്റ് പലരും ആണെങ്കിലും, അവരൊക്കെ ചെയ്തിട്ടുള്ളത് ഇതിനെ എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത് ആണ് അല്ലേ. പ്രത്യേകിച്ച് കേരളീയമായിട്ടുള്ളൊരു പിന്നെ സാമൂഹ്യ ചരിത്രത്തിൻ്റെ ഒരു ഘട്ടത്തെ എങ്ങനെ ഇത് വെച്ചിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും, ഈ ടൂൾസ് എങ്ങനെ നിങ്ങൾ വിശകലനാത്മകമായിട്ട് ഉപയോഗിക്കുന്നത് എങ്ങനെ, എത്ര സമർത്ഥമായിട്ട് ഉപയോഗിക്കും, ഇതൊക്കെയായിരുന്നു എൻ്റെ പ്രധാനപ്പെട്ട കൺസേൺ എന്ന് പറയുന്നത്. മറ്റത് മാർക്സിസം ഒരു പാഠപുസ്തകം എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ EMSൻ്റെ ഒക്കെ ഒരു പാഠപുസ്തകമാണ്, അത് ഓൾറെഡി അത് ഒരു മാത്തമാറ്റിക്സ് പോലെ അങ്ങനെ ഒരു സംഗതിയാണ് എന്നുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു ചിന്ത എന്നുള്ള നിലയിൽ അതിന് വലിയ നിലയിലുള്ള ഒരു വികാസം ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനൊരു കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഇപ്പം നമുക്ക് അങ്ങനെ ഒരു കോൺട്രിബ്യൂഷൻ കേരളത്തിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ പല പുസ്തകത്തെ പറ്റിയിട്ട് പല ഒരു വിമർശനങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു വിമർശനം പ്രധാനമായിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് കേരളത്തിൽ നിന്നുള്ള അതെ അത് ഞാൻ ചോദിക്കാനിരുന്നൊരു ചോദ്യം, കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നുള്ള ഒരു ഓദറിനെയും നമുക്ക് ഇതിനകത്ത് കാണുന്നില്ല എന്നുള്ളത്. അത് ആ പുസ്തകത്തിൻ്റെ പരിമിതി തന്നെയാണ്, ഞാനത് മനസ്സിലാക്കുന്നു. പക്ഷേ ഞാൻ പറഞ്ഞത് ആ ലെവലിലുള്ള ഒരു എൻഗേജ്മെന്റ്സും സത്യത്തിൽ ഉണ്ടാവുന്നില്ല എന്നുള്ളത് അതിനുള്ള ആള് നമുക്ക് നോക്കായിട്ട് കാണുന്നില്ല എന്നുള്ളൊരു വിഷയം കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായും ശരിയായിക്കൊള്ളുന്നില്ല, ഉണ്ടാവുമായിരിക്കും. പക്ഷെ അത് അങ്ങനെ കണ്ടെത്താവുന്ന രീതിയിൽ അത്ര വിസിബിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്കങ്ങനെ ഈ പുസ്തകം തയ്യാറാക്കുന്ന സമയത്ത് എടുക്കാനും പറ്റിയിട്ടില്ല എന്നുള്ളതാണ് സത്യത്തിൽ. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ വേറൊന്നുകൂടെ ചോദിക്കുന്നുണ്ട്. അത് ഈ പുസ്തകത്തിൻ്റെയും ഒരു സംഭവമാണ്. ഞാൻ കേരളത്തിൻ്റെ ഒരു ദൈക്ഷണിക ഒരു ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞിരുന്നാൽ നമ്മൾ ഈ യൂറോപ്പിൽ നിന്നുള്ള ഏറ്റവും പുതിയ ജ്ഞാനസിദ്ധാന്തങ്ങളെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു രീതിയുണ്ട്. ശ്രീ ബാലകൃഷ്ണപിള്ള മുതലുള്ള ഒരു ചരിത്രം എടുത്തു കഴിഞ്ഞിരുന്നാൽ അതിൻ്റെ ഒരു തുടർച്ച ഇതിലും കാണുന്നില്ലേ എന്നുള്ള അതും ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വിമർശനവും നിരീക്ഷണവുമാണ് അത് പുസ്തകത്തെ പറ്റിയിട്ടുള്ളത്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായ ചില കാര്യങ്ങൾ അതിലുണ്ടോ എന്ന് ചോദിച്ചാൽ ചില കാര്യങ്ങളിൽ ഇപ്പം നിസാറുമായിട്ട് ഞാൻ നടത്തിയ ഒരു സംഭാഷണത്തിൽ പ്രധാനമായിട്ടും ശ്രമിച്ചത് അതിനെ ആ രീതിയിൽ അതിനെ കാണാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ ഇവിടെ പരിചയപ്പെടുത്തുക എന്നുള്ളത് അതിനപ്പുറത്തേക്ക് പോയിട്ട് ഞാനത് മോശം കാര്യമായിട്ടല്ല പറയുന്നത്. അത് മാത്രമല്ല, അത് ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ല, ഇപ്പോൾ ഈ 1912 മറ്റോ ആണ് ആദ്യമായിട്ട് മാർക്സിൻ്റെ കുറിച്ചുള്ള ജീവചരിത്ര കുറിപ്പ് മലയാളത്തിൽ വരും, സ്വദേശാഭിമാനിയുടെ. അതായത് മാർക്സ് മരിച്ചിട്ട് ഏതാണ്ട് ഒരു 30 വർഷം തികഞ്ഞതിന് മുമ്പ് അത് ഞാൻ കേട്ടിട്ടുള്ളത്. അത് പിന്നെന്താ ഒരു ബംഗാളി ആയിട്ടുള്ള ഒരാൾ
എഴുതിയ ഒരു കുറിപ്പിൽ ഒരു കുറിപ്പിനെ ഉപജീവിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ളതാണ്. പക്ഷെ അന്ന് മുതലേ അതിനൊരു ഈ പറഞ്ഞൊരു ഇതുണ്ട്, ഞാൻ പറഞ്ഞ ഒരു ജേർണലിസ്റ്റിക് ആയിട്ടുള്ള സ്വഭാവം, അതായത് അവിടെ നടക്കുന്നതിനെ എങ്ങനെ ഇവിടെ പരിചയപ്പെടുത്താന്നുള്ള ഒരു അക്കാഡമിക് ജേർണലിസം എന്നുള്ള രീതിയിൽ വിശേഷിപ്പിക്കാവുന്ന ഒരു രീതിയിലാണ് പല സിദ്ധാന്തങ്ങളും. അത് മാർക്സ് മാത്രമല്ല, സിദ്ധാന്തങ്ങൾ മുഴുവൻ സംസാരിക്കുന്നവർ മുഴുവൻ നിങ്ങൾ ചിന്തിക്കേണ്ട ചിന്തയെ പറ്റി പറഞ്ഞാൽ മതി എന്നുള്ളതാണ്. അതായത് അവർ ചിന്തിച്ചു വെച്ചിട്ടുണ്ട് ഓൾറെഡി, അതുകൊണ്ട് നിങ്ങൾ ആ ചിന്തയെ പറ്റി പറയലാണ് ഇവിടെ ചിന്തിക്കുന്നത്. നേരെ മറിച്ച് നിങ്ങൾ ചിന്തിക്കുക എന്നുള്ള എന്ന രീതിയിലുള്ള ഒരു ശ്രമങ്ങൾ പൊതുവേ കുറവാണ്. പക്ഷെ ഇതിലത് ഇന്ന് മാറാനുള്ളൊരു ശ്രമം നടത്തിയിട്ടുണ്ട്, പക്ഷെ അത് മുഴുവൻ വിജയിച്ചിട്ടില്ല എന്നുള്ളത് സത്യമാണ്. അപ്പോൾ ആ ഒരു സ്വഭാവം അതിലുണ്ട്. ഇങ്ങനെയുള്ള ചില പരിമിതികളൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒരു പുതിയ പതിപ്പ് ഇറക്കാനായിരുന്നു ആദ്യം ഒരു ആലോചന ഉണ്ടായിരുന്നു. പക്ഷെ അത് നടന്നില്ല, പല കാരണം കൊണ്ട് അത് നടന്നില്ല. പിന്നെ അതുകൊണ്ടത് ഒരു മാറ്റമില്ലാതെ ഒരു പുതിയ ആമുഖം മാത്രം ചേർത്തിട്ടാണ് പുതിയ പതിപ്പ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു സംഭവം ഈ ഇന്ത്യൻ ഇതുള്ളത് പോലെ തന്നെ വേറൊരു സാധനം ഞാൻ നോട്ട് ചെയ്യണത്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഇതായിട്ട് ഒബ്സർവ് ചെയ്യുന്ന കാര്യം, ഇത് മുഴുവൻ ഇപ്പോൾ ഒരു ആഫ്രോ ഏഷ്യൻ എന്നെല്ലാം പറയുന്ന ലാറ്റിൻ അമേരിക്കൻ, ഇവിടെയെല്ലാം തന്നെ വലിയ രീതിയിലുള്ള മാർക്സിസ്റ്റ് പഠനങ്ങളും പ്രയോഗങ്ങളും പല എൻഗേജ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെയും ഒരു അഭാവം ഇതിനകത്തുണ്ട്. അതും ഞാൻ സമ്മതിക്കുന്നു. അതും വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്. സത്യത്തിൽ അത് ഈ പുസ്തകത്തിൻ്റെ ഒരു സ്വഭാവം എനിക്ക് അന്ന് തയ്യാറാക്കുന്ന സമയത്ത് തന്നെ ഞങ്ങൾ ആലോചിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ, കാലോചിതമായിട്ടത് മുന്നോട്ട് പോകുന്ന ഒരു പ്രോസസ്സ് പോലൊരു സംഗതിയാണ്. അതായത് അവിടെ ഒറ്റ പുസ്തകത്തിൽ അവസാനിപ്പിക്കേണ്ട ഒരു കാര്യമല്ല സത്യത്തിൽ. അങ്ങനെയുള്ള പലതും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത് മുന്നോട്ട് പോവുക ആണ് അതിൻ്റെ ഒരു സ്വാഭാവികമായ വഴി. കാരണം അത് ഇപ്പൊ എല്ലാം കൂടെ ഒന്നിലും കൊണ്ടുവരണം ഇല്ലാത്ത നിലയിൽ നമുക്ക് കൺസീവ് ചെയ്തൊരു. തീർച്ചയായിട്ടും നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ പല മേഖലകളിലുള്ള, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ജോഗ്രഫി, അപ്പം ജോഗ്രഫിയിലുള്ള ലൊപ്പയുടെ ഇത് കൊടുക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഇതുണ്ടല്ലോ. ഇപ്പം മാർക്സിന്റെ ചിന്ത പല മേഖലകളിൽ, എക്കണോമിക്സ് മാത്രമാണ് നമുക്ക് ഒരുവിധ പരിചയമായിട്ടുള്ളത്. അപ്പുറത്തുള്ള പല മേഖലകൾക്ക്, സോഷ്യോളജിയിൽ അല്ലെങ്കിൽ ജോഗ്രഫിയിൽ, പൊളിറ്റിക്കൽ സയൻസിൽ, അല്ലെങ്കിൽ ഇതൊന്നും അല്ലാത്ത ഈവൻ നാച്ചുറൽ സയൻസിൽ വരെ ഇങ്ങനെ ഉള്ള ഒരു ഇൻ്റർ ഡിസിപ്ലിനറി ആയിട്ടുള്ള ഒരു രീതിയിൽ മാർക്സിൻ്റെ ചിന്തകൾ എങ്ങനെ എൻഗേജ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് ആണ് പ്രധാനമായിട്ടും നമ്മൾ നോക്കിയത്. ഈ രീതിയിലുള്ളൊരു മാപ്പിംഗ് നമ്മൾ അതിന് പിന്നിലുണ്ടായിട്ടില്ല. അതായത് യൂറോപ്പ് അല്ലെങ്കിൽ ഏഷ്യൻ, അത് പ്രധാനമാണ് സത്യത്തിൽ. കാരണം ഇതിലൊക്കെ അത് ഉണ്ട്. ഇതിലൊക്കെ ചിലപ്പോൾ യൂറോസെൻട്രിക് ആവാം ചില. അപ്പൊ പ്രത്യേകിച്ച് ഞാനിത് ചോദിക്കാൻ കാരണം, ഇപ്പം നമ്മൾ യൂറോപ്പ് സെൻട്രിക് അല്ലെങ്കിൽ യൂറോപ്പിനെ ഒരു പ്രോവിൻസ് ആക്കുക അല്ലെങ്കിൽ ഒരു പ്രവിശ്യയാക്കുക എന്നെല്ലാം പറയുന്ന തരത്തിലാണ് പുതിയ തരത്തിലുള്ള സാമൂഹ്യ സിദ്ധാന്തങ്ങൾ. അത് മാത്രമല്ല, ഈ മുഴുവൻ യൂറോപ്യൻ ജ്ഞാനബോധത്തിന്റെ അടിസ്ഥാന ശിലകളെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള സംഭവങ്ങൾ വരും. ആ ഒരു പശ്ചാത്തലത്തിൽ തീർച്ചയായിട്ടും അല്ല, അത് ശരിയാണ്. പ്രത്യേകിച്ച് പുതിയ തരത്തിലുള്ള മാർക്സിസ്റ്റ് റീഡിങ്ങുകൾ. ഞാനത് വിചാരിച്ചെന്ന് ഈ പുസ്തകം തയ്യാറാക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു ആലോചന എന്ന് പറയുന്നത്, മാർക്സിന്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ ഡിസിപ്ലിൻസ് എന്ന് പറയുന്ന ഈ അനുശീലന പദ്ധതികൾക്ക് കുറുകെ സഞ്ചരിച്ച ഒരാളാണ് മാർക്സ്. അപ്പോൾ മാർക്സ് ഒരു ലക്ഷണമൊത്ത ഒരു എക്കണോമിസ്റ്റ് ആണോ ചോദിച്ചാൽ അല്ല. കാരണം മാർക്സിന്റെ ക്യാപിറ്റൽ തന്നെ അങ്ങനത്തെ ഒരു വാക്കല്ല. ഒരു എക്കണോമിസ്റ്റിന്റെ ഒരു പുസ്തകത്തിൽ ഉപയോഗിക്കാത്ത സങ്കല്പനങ്ങളും ഇപ്പോൾ ഫെറ്റിഷിസം എന്ന് പറയുന്ന ആ വാക്ക് ഒരുപാട്. അപ്പോൾ അത് ആ അർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഡിസിപ്ലിൻസിന്റെ അതിർത്തികൾക്ക് കുറുകെ സഞ്ചരിച്ചിട്ടുള്ള ഒരു സാഹസികത മാർക്സിന്റെ ചിന്തയിലുണ്ട്. അത് എങ്ങനെ ഇപ്പം പുതിയ രീതിയിൽ, ഇപ്പം ഹാർവേയുടെ പിന്നെ ജോഗ്രഫി അല്ലെങ്കിൽ പല മേഖലകളിൽ അങ്ങനത്തെ ഒരു ഇതാണ് നമ്മൾ ഈ പുസ്തകം തയ്യാറാക്കുമ്പോൾ ഉണ്ടായിരുന്ന ഒരു ആലോചന. അതുകൊണ്ട് തന്നെ ഈ ഒരു ചിന്ത അന്ന് പോയിട്ടില്ല. എന്ന് പറഞ്ഞാൽ അത് പ്രധാനമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ആ മേഖലയിലേക്ക് പോകുന്ന രീതിയിലല്ല അതിൻ്റെ ഒരു ചിട്ടപ്പെടുത്തലുണ്ടായി കൺസീവ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് വന്നിട്ടുള്ളൊരു പ്രശ്നമാണത്. പക്ഷേ ഇത് പ്രധാനമാണ്. ഈ പറഞ്ഞ ഇങ്ങനെയുള്ള ഇതിനെയൊക്കെ സ്വാധീനിക്കുന്നുണ്ട്. ഈ കൺസെപ്ച്വൽ പ്ലെയിനിൽ നടക്കുന്ന അന്വേഷണങ്ങളെ മുഴുവൻ സത്യത്തിൽ ഈ പറഞ്ഞ പൊളിറ്റിക്സ് സ്വാധീനിക്കുന്നുണ്ടാവില്ല പലതരത്തിലുള്ള. അല്ല, ഇപ്പം ഞാൻ ഈ പറയുന്ന ഇപ്പം അവരുടെ മറ്റേ ലണ്ടനിലുള്ള ഒരു സംഘം കുട്ടികൾ
അവർ എക്കണോമിക്സിൻ്റെ സ്റ്റുഡൻസാണ്. അവർ ഒരു ബ്ലോഗുണ്ട്, ഡീകൊളനൈസിങ് എക്കണോമിക്സ് എന്നാണ് അവരതിന് പറയണത്. അപ്പോൾ ഈ എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് പഠിക്കുന്നത് മുഴുവൻ ഈ പറയുന്ന പോസ്റ്റ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കഴിഞ്ഞിട്ടുള്ള യൂറോപ്പിൻ്റെ അതിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതിനകത്തുനിന്ന് എങ്ങനെയാണ് ഇതിനെ പുറത്ത് കൊണ്ടുവരിക എന്നുള്ളത്. അപ്പോൾ അത് ഈവൻ മാർക്സിൻ്റെ റീഡിങ്സിനെ പോലും വളരെ ക്രിട്ടിക്കലായിട്ട് നോക്കുന്ന നിലയിൽ, അതായത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വന്നതിന് ശേഷം അല്ലെങ്കിൽ അതിനെല്ലാം മാറുന്നത് അതിനല്ലാതെയുള്ള ഇപ്പോൾ ഇന്ത്യയിൽ നിന്നിരുന്ന എക്കോണമി ആയാലും ചൈനയിൽ അല്ലെങ്കിൽ ഈവൻ ആഫ്രിക്കയിൽ തന്നെ വളരെ വേറൊരു നിലയിലുണ്ടായിരുന്ന ഇതുണ്ട്. അപ്പോൾ ഇത്തരം സംഭവങ്ങളെല്ലാം തന്നെ നമ്മളെ ഈ പറയുന്ന ഒരു ഇൻസ്ട്രുമെൻ്റൽ മാർക്സിനെ മാറ്റി തീർക്കാൻ കൂടെ സഹായിക്കുന്നൊരു സാധനം നമ്മൾ അത് വളരെ പ്രധാനമാണ്. കാരണം ഞാൻ പറയുന്നത്, ഇതിൽ കുറിച്ചിട്ടില്ലെങ്കിലും പറയാറുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നാളിതുവരെ നമ്മൾ മാർക്സിനെ പല രീതിയിൽ വ്യാഖ്യാനിക്കുകയാണ് ചെയ്തിട്ടുള്ളത്, വേണ്ടത് അതിനെ മാറ്റുകയാണ് എന്നുള്ളതും വളരെ പ്രധാനമാണ്. കാരണം അത് മാറ്റൽ വളരെ പ്രധാനമാണ്. കാരണം അത് അല്ലെങ്കിൽ പിന്നെ മാർക്സിന് ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു 19ാം നൂറ്റാണ്ടിൻ്റെ ഒരു 19ാം നൂറ്റാണ്ടിൽ മാത്രം ശ്വസിക്കാവുന്ന ഒരു ചിന്തയാണ് മാർക്സിൻ്റെ ചിന്ത എന്ന് പലരും വിമർശിക്കാറുണ്ട്. കാരണം അത് അതിൻ്റെതായുള്ള പരിമിതികളുണ്ട്. ആ ഒരു പാരഡൈമിൻ്റെ ഉള്ളിലായിരിക്കും അതിൻ്റെ സങ്കല്പനങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുക. അപ്പോൾ അതിന് പുറത്ത്, ആ വെള്ളത്തിന് പുറത്ത് അതിനെ ശ്വസിക്കണമെങ്കിൽ നിങ്ങൾ വളരെ റാഡിക്കലായിട്ടുള്ള ഒരു എൻഗേജ്മെൻ്റ് തന്നെ വേണം. അത് മാർക്സിനെ കൈയൊഴിയലല്ല, ഈ പറഞ്ഞ പോലെ മാർക്സിനെ നവീകരിക്കുക എന്നോ മാറ്റുക എന്നൊക്കെ പറയുന്ന ശ്രമമാണ്. അപ്പോൾ അതിന് വ്യാഖ്യാനിക്കൽ എന്ന് പറയുന്നത്, വായന എന്ന് പറയുന്നത് മാറ്റൽ കൂടിയാണ് എന്നുള്ളതാണ് അത് പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം. പക്ഷെ അത് എത്രത്തോളം ഇപ്പോൾ ഈ ഡിസിപ്ലിൻസിൻ്റെ ഉള്ളിൽ നടന്നിട്ടുള്ള ഈ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഡിസിപ്ലിൻസ് സത്യത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിനെ തന്നെ റാഡിക്കലി അഴിക്കാനുള്ള ശ്രമമാണ് ഡിസിപ്ലിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ, ഈ ഡീകൊളനൈസ് ചെയ്യുക എന്നുള്ള ഇതും. പക്ഷേ മാർക്സുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നതിന്. കാരണം മാർക്സ് വാസ്തവത്തിൽ ചെയ്തിട്ടുള്ളത് ഇതാണ് ഞാൻ പറഞ്ഞത്. ഒരു ഡിസിപ്ലിൻ്റെ ഉള്ളിൽ, ഇപ്പോൾ എക്കണോമിക്സിൻ്റെ ഉള്ളിലുള്ള അപ്പം വളരെ ബേസിക് ആയിട്ടുള്ള എക്കണോമിക്സിൻ്റെ കാറ്റഗറീസ് എങ്ങനെ അത് ഐഡിയോളജിക്കലി എംബഡഡ് ആയിരുന്നു എന്നുള്ളത്, അതാണ് മാർക്സിൻ്റെ ചിന്തയുടെ ഒരു വളരെ റാഡിക്കലായിട്ടുള്ള സ്വഭാവം. അതാണ് ഞാൻ പറയാം. ഒരു എന്താ പറയുക ഓൾറെഡി നിലനിൽക്കുന്ന ഡേറ്റയുടെ മുകളിലുള്ള ഒരു അനാലിസിസ് മാർക്സ് ഒരിക്കലും നടത്തിയിട്ടില്ല. ആ ഡേറ്റ എങ്ങനെ ഉണ്ടായി വന്നു എന്നുള്ളത്, ഇപ്പോൾ ഇൻഡിവിജ്വലിനെ പറ്റി സംസാരിക്കുമ്പോൾ ഇൻഡിവിജ്വൽ എങ്ങനെ ഉണ്ടായി വന്നു എന്നുള്ളതാണ് മാർക്സിൻ്റെ. ഇൻഡിവിജ്വലിന് ബേസിക് ആയിട്ടുള്ളൊരു ഒരു എന്താ പറയുക ഒരു യൂണിറ്റ് ആയിട്ട് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ അനാലിസിസിൻ്റെ ഒരു ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നല്ലോ ഈ പൊളിറ്റിക്കൽ എക്കോണമിയുടെ ഒരു രീതിയെങ്കിൽ, മാർക്സ് അതിൻ്റെ ഏറ്റവും ബേസിക് ആയുള്ള യൂണിറ്റ് എങ്ങനെ ഹിസ്റ്റോറിക്കലി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടു, ഐഡിയോളജിക്കലി എങ്ങനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടു. അപ്പോൾ ആ ഒരു സ്പിരിറ്റിനെ മുന്നോട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതായിരിക്കും ചിലപ്പോൾ ഈ നിരന്തരമായിട്ടുള്ള പുനർവായനകളും മാറ്റലുകളുമാണ്. തീർച്ചയായിട്ടും.